ജൂൺ 2024 എക്സാമിലേക്കുള്ള 3 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കും സമയമില്ല, നിങ്ങൾക്കും സമയമില്ല. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തത് 17th ഏപ്രിൽ അഥവാ ഇന്നാണ് നമ്മുടെ ജൂൺ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ്. 500 രൂപ ലേറ്റ് ഫീ അടച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർമീഡിയറ്റിന് അല്ലെങ്കിൽ ഫൈനലിന് ജൂൺ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ാം തീയതി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അഥവാ നമ്മൾ എക്സാം അപ്ലൈ ചെയ്തു അല്ലെ, ഈ എക്സാം അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഇനി എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 20/4/2024 വരെ ടൈം ഉണ്ട്. ആദ്യം നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, യാതൊരുവിധ മാറ്റങ്ങളും വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അത് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെയാണ് കറക്ഷൻ, അപ്ഡേറ്റ്, എന്തെങ്കിലും ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 20ാം തീയതി ഏപ്രിൽ 20ാം തീയതി വരെ അതിനുള്ള സമയമുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇതിലൂടെ ക്ലിക്ക് ഹിയർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിൻഡോയിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സാധാ ഓൺലൈൻ ആപ്ലിക്കേഷൻ എക്സാം അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് അറിയാം അല്ലേ. അപ്പോൾ ഈ എക്സാം അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള അതേ ഒരു വിൻഡോയിൽ എത്തും. എന്നിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ ഇന്റർമീഡിയറ്റ് ആണോ ഫൈനൽ ആണോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു ഫൈനൽ ചൂസ് ചെയ്യാണ്, ക്ലിക്ക് ഹിയർ. എന്നിട്ട് സാധാ പോലെ നമ്മൾ അവസാനത്തെ ആ ഒരു അക്സെപ്റ്റ് ആ ഒരു വിൻഡോയിലേക്ക് വരുന്നു. എന്നിട്ട് നമ്മളെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അടിച്ചു കൊടുക്കുന്നു. ഞാൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ അവിടെ അടിച്ചു കൊടുത്ത് പ്ലീസ് ചെക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് വരും. നമ്മുടെ നെയിം, അതേപോലെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, അതേപോലെ നമ്മൾ ഏത് ഗ്രൂപ്പിനാണ് എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവിടെ കാണിക്കും. അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ലൈക്ക് ടു എഡിറ്റ് ഓർ പ്രിന്റ് യുവർ ആപ്ലിക്കേഷൻ. അവിടെ നിങ്ങൾ യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് എക്സാം ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് എന്ത് രണ്ടാമത്തെ അപ്ഡേറ്റ്. ഓക്കെ, മൂന്നാമത്തെ അപ്ഡേറ്റ് ഇതാണ്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ജൂൺ 2024 എക്സാമിനേക്കുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ പാറ്റേൺ തന്നിട്ടുള്ളത് ഇതേ പാറ്റേണിലായിരിക്കും നമുക്ക് ജൂൺ 2024 എക്സാമിന് ചോദിക്കുക. അപ്പോൾ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് എല്ലാ സബ്ജക്റ്റിന്റെയും എടുത്ത് നോക്കേണ്ടതുണ്ട്, ഇന്റർ ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും. അപ്പോൾ പക്ഷെ വേറെ കാര്യം, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നല്ല അർത്ഥം, ഇതേ വെയിറ്റേജ് ചോദിക്കുമെന്നും അല്ല അർത്ഥം. ഓക്കെ, ഇതേ ഇപ്പോൾ ചാപ്റ്റർ ബേസ് വെയിറ്റേജും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ നോക്കരുത്. ഇവിടെ നോക്കേണ്ടത് എക്സാമിന്റെ പാറ്റേൺ ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേൺ. അപ്പോൾ ഇതൊരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മുടെ ടെലിഗ്രാമിൽ എന്തുണ്ട്, ഇതിന്റെ ലിങ്ക് ഉണ്ട്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്ക്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിൽ കഴിഞ്ഞ തവണത്തെ എക്സാമിന്റെ അതേപോലെ തന്നെ ഫസ്റ്റിലത്തെ ആദ്യത്തെ 15 മാർക്കിന് നമുക്ക് MCQ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം MCQ. ഇവിടെ ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, ഇതിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചൂസ് ചെയ്താൽ മതി. അതിന് ജസ്റ്റിഫിക്കേഷൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ 2 മാർക്കിനാണ് വരുന്നത്. 15 MCQs ആണ് ഫസ്റ്റ് ലോട്ടിൽ വരുന്നത്, അഥവാ ടോട്ടൽ 30 മാർക്കിന്. അങ്ങനെ നിങ്ങൾക്ക് 15 MCQs ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത് ഇവിടെ നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻ ഗിവൺ, ഈച്ച് ക്വസ്റ്റ്യൻ carrying 14 മാർക്ക്. 7 ക്വസ്റ്റ്യൻസ് ഇനി താഴെ പറയാൻ പോവാണ്. ആ 7 എണ്ണത്തിൽ നിങ്ങൾ 5 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഓരോ ലോട്ടിനും എത്ര മാർക്ക് വെച്ചിട്ടുണ്ടാവും, 14 മാർക്ക് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ 5 × 14 നിങ്ങൾക്ക് 70 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക, ആദ്യം MCQ 30 മാർക്ക്, പിന്നെ 70 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കാണാം, ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്, ഇവിടെ A ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ B ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അല്ലാതെ ഒറ്റയടിക്ക് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല എന്ന് കാണാം. എങ്ങനെയാണ് 7 മാർക്ക് 7 മാർക്ക്, 2 സ്പ്ലിറ്റ് ആയിട്ടാണ്. എന്നാൽ 2 ഒരേ ചാപ്റ്റർ ആണോ വന്നിട്ടുള്ളത്, അല്ല ഇവിടെ ചാപ്റ്ററിലെ വെയിറ്റേജിലേക്ക് നിങ്ങൾ അധികം പോകണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ നോക്കുക, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EOQന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിക്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാലും 7 മാർക്കും അതേപോലെ തന്നെ B ക്വസ്റ്റ്യന് 7 മാർക്കും ചോദിച്ചതായിട്ട് കാണാം. ഇനി നാലാമത്തേതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 7 മാർക്ക്, അതേപോലെ B ക്വസ്റ്റ്യൻ 7 മാർക്ക് ചോദിച്ചിട്ടുള്ളതായിട്ട് കാണാം. ഇത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിലുള്ള ഒരു ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗിലുള്ള ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അഞ്ചാമത്തെ ലോട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതേപോലെ 7 മാർക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിനും അതേപോലെ തന്നെ ജോയിൻ ബൈ പ്രോഡക്റ്റ് എന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ആറാമത്തെ ലോട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, 14 മാർക്കിന് എന്ത് ചോദിച്ചിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റിംഗ് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതായിട്ട് കാണാം. ഓക്കെ, ഇനി ഏഴാമത്തെ ലോട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ബഡ്ജറ്റിംഗിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എട്ടാമത്തെ ലോട്ടിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കാര്യമാണ്. എട്ടാമത്തെ ലോട്ടിൽ കംപ്ലീറ്റ് എന്താണ് ചോദിച്ചിട്ടുള്ളത്, 14 മാർക്കിന് തിയറി ആണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 5 എണ്ണം അറ്റൻഡ് ചെയ്യാം. ഇതിൽ ഏറ്റവും അവസാനത്തെ ലോട്ടിലാണ് എന്ത് കംപ്ലീറ്റ് തിയറി ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തിയറി പഠിക്കുന്ന ആൾക്കാർക്ക് ഈ അവസാനത്തെ ലോട്ട് എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം. ഇവിടെ 4, 5, 5 എന്നുള്ള 3 അങ്ങനെ സെറ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, രണ്ടാമത്തേത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ കുറച്ച് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. മൂന്നാമത്തെ ടൈം റേറ്റ്, പീസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേബർ കോസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ ഇതൊന്നും എന്ത് ചെയ്യരുത്, ഇതാണ് എക്സാമിന് ചോദിക്കാന്ന് വിചാരിക്കരുത്. ഇത് അവർ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ. ഞാൻ അടുത്തൊരു സബ്ജക്ട് നമുക്ക് നോക്കാം. ഇത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ 15 മാർക്കിന് എന്താണ് MCQ തന്നെയാണ് ചോദിക്കുന്നത്. 2 മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഫോളോയിങ് കാര്യങ്ങളൊന്നുമില്ല. MCQ മാത്രമാണ് 15 എണ്ണം വന്നിട്ടുള്ളത്. ഇനി ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് എന്ത് ചെയ്യണം 5 എണ്ണം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക എടുത്തു നോക്കുക. ഇനി അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 80 മാർക്കിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റും 20 മാർക്കിന് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സും ആണ്. കംപ്ലീറ്റ് തിയറി ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് കാണാം. 80 മാർക്കിന് ഒരു സെറ്റും 20 മാർക്കിന് അടുത്തൊരു സെറ്റും ആയിട്ടാണോ ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, ആദ്യം തന്നെ 15 ക്വസ്റ്റ്യൻ MCQ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ എന്താ മിക്സ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം. ഇത് നമ്മുടെ പ്രസന്റ് വാല്യൂവിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡാറ്റ അനലിറ്റിക്സ് ആണ്. അപ്പൊ നോക്കി, FM-ഉം ഡാറ്റ അനലിറ്റിക്സും മിക്സ് ആയിട്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ FM-ന് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞിട്ട് 20 മാർക്ക് ഡാറ്റ അനാലിസിസിന്റെ, അഥവാ 20 മാർക്ക് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ഓക്കെ, അപ്പൊ ചില ആൾക്കാർക്ക് അങ്ങനെ വിചാരിക്കും 80 മാർക്കിന് ഇപ്പൊ FM ചോദിക്കുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം, ബാക്കി 20 മാർക്കിന് BDA ഇരിക്കല്ലോ, അപ്പൊ എന്ത് ചെയ്യാം ഈ 20 മാർക്ക് പഠിക്കാതെ പോകാം, അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അത് സാധ്യമല്ല. ഇവിടെ മിക്സ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ MCQ അത് പ്രശ്നമല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്താൽ മതി. പക്ഷേ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ ഈ ഒരു 15 ക്വസ്റ്റ്യൻ MCQ 15 എണ്ണം അപ്പോൾ മിക്സ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കൂടുതലായിട്ടും നമ്മുടെ FM എന്നാണ് ചോദിക്കുന്നത്, BDA എന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും എന്താണ്, ഔട്ട് ഓഫ് 7 നിങ്ങൾ എത്ര എഴുതണം, 5 ക്വസ്റ്റ്യൻസ് എഴുതണം. അഥവാ 14 മാർക്കാണ് ഓരോ ലോട്ടിനുണ്ട്. ഞാൻ ലോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, രണ്ടാമത്തെ ലോട്ടിൽ A ക്വസ്റ്റ്യൻ ഉണ്ട്, B ക്വസ്റ്റ്യൻ ഉണ്ട്, 7 മാർക്ക് 7 മാർക്ക്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് മ്യൂച്വൽ ഫണ്ടും ഹെഡ്ജ് ഫണ്ടും നമ്മളുടെ ഡിഫറൻസ് ആണ്. ഇത് എവിടുത്തെ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ FM-ലെ ക്വസ്റ്റ്യൻ ആണ്, FM-ലെ തിയറി പോർഷന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്, എക്സ്പ്ലെയിൻ വേരിയസ് ആപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ മൈനിങ് ടെക്നിക് ആൻഡ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. ഇത് എവിടെ വരുന്നതാണ്, BDA-യിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്ക്, BDA സ്കിപ്പ് ചെയ്ത ആൾക്ക് ഈ ലോട്ട് എടുക്കാൻ കഴിയില്ല മീൻസ് ആ 14 അയാൾക്ക് 7 മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നോക്ക് ഇവിടെ മിക്സ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത വർക്കിംഗ് ക്യാപിറ്റൽ, ഓക്കെ, ഏതൊരു ഭാഗത്ത് ഞാൻ ഏതാ നോക്കുന്നില്ല, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് റേഷ്യോ അനാലിസിസിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെ മിക്സ് ആയിട്ട് വന്നു. ഇനി ലാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, 8ാമത്തെ ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തിയറി ആണ് ചോദിച്ചിട്ടുള്ളത്. തിയറി ഏതിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, 14 മാർക്കിന് കംപ്ലീറ്റ് ചോദിച്ചിട്ടുള്ളത് BDA എന്നാണ്. അപ്പൊ തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞു, ഈ രണ്ടാമത്തെ ലോട്ടിൽ 7 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇവിടെ 14 മാർക്കിന് എഗെയിൻ BDA എന്ന് ചോദിച്ചു. അങ്ങനെ ടോട്ടൽ 21 മാർക്കിന് BDA എന്ന് ചോദിച്ചതായിട്ട് കാണാം, തിയറി മാത്രം. അതിന്റെ പുറമെ MCQ ചോദിച്ചതായിട്ട് കാണാം. സമ്മറി ഓഫ് ബെനിഫിറ്റ് ഓഫ് ഡാറ്റ അനാലിസിസ്, പിന്നെ ക്വാണ്ടിറ്റി ഫിനാൻഷ്യൽ ഡാറ്റ, ക്വാളിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡാറ്റ, എക്സ്പ്ലെയിൻ, നോമിനൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ, ഇതൊക്കെ എവിടെ വരുന്നതാണ്, BDA-യിൽ വരുന്നതാണ്. അപ്പൊ BDA എന്ന് ഇവിടെ തന്നെ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി. ഓൾറെഡി സെക്കൻഡ് ലോട്ടിൽ എത്ര ക്വസ്റ്റ്യന്റെ കാണിച്ചു തന്നു, ഞാൻ 7 മാർക്കിന്റെ കാണിച്ചു തന്നു. അപ്പൊ 21 ആയി. MCQ-ലും എന്തുണ്ട്, BDA എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ എബോ 21 മാർക്കിന് ചെറുതായിട്ട് എന്ത് വരുന്നുണ്ട്, BDA എന്ന് ചോദിച്ചതായിട്ട് കാണാൻ. കറക്റ്റ് 20 അല്ല, എന്തായാലും മിക്സ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻകം ടാക്സും IDT ഒരുമിച്ച് വരുന്നുണ്ട്, അതൊന്ന് എടുത്തു നോക്കുക. അതുപോലെ കമ്പനി അക്കൗണ്ട്സ് ഓഡിറ്റ് വരുന്നുണ്ട്, അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കുക. അപ്പം എന്തായാലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അത് എന്ത് ചെയ്യുക, പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ശ്രദ്ധിക്കുക, വീണ്ടും പറയുന്നു, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരിക്കും ഉണ്ടാവുക. ഇതിലത്തെ ക്വസ്റ്റ്യൻ നേരെ നമ്മുടെ ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരാൾ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് CMA-ന്റെ എക്സാം പാസ്സാവും എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ചില ആൾക്കാർ വിചാരിക്കും, ഓക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ ഇനി ധൈര്യമായിട്ട് എക്സാം പോയിട്ട് എഴുതാം. അങ്ങനല്ല, ഇത് ക്വസ്റ്റ്യൻസ് നോക്കാനുള്ളതല്ല, ഇത് പാറ്റേൺ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, ബൈ.